മാങ്കുട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞു. അന്ന് മുങ്ങിയ രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് പൊങ്ങി. തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിൽ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്തൊപ്പിട്ടു. തിരുവനന്തപുരത്തെത്തിയ രാഹുലിനെ പോലീസ് കാണാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. രാഹുലിനെ കണ്ടുപിടിക്കാൻ കഴിവില്ലേ കേരള പോലീസിന്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനല്ല, MLA ആണ്. അതിനു മുൻപ് പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ നേതാവായിരുന്നു. അതായത് നാടറിയുന്ന മുഖമാണ്. പരാതിക്കാരി മുഖ്യമന്ത്രിയെ കാണുന്ന ദിവസം ആ സമയത്ത് രാഹുൽ പാലക്കാട് കണ്ണാടിയിൽ പ്രചാരണത്തിലായിരുന്നു. പരാതി കൊടുത്തു. കണ്ണാടിയിൽ നിന്ന് രാഹുൽ എങ്ങോട്ടോടിയെന്ന് ആർക്കും അറിയില്ല. പാലക്കാട് നിന്ന് കൊച്ചി വഴി തിരുവനന്തപുരത്തേക്ക് എത്തി. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള H. വെങ്കടേഷിന് കൈമാറിയ പരാതിയാണ്. സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യുന്ന കേസാണ്. ഒരു MLA എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലേ കേരള പോലീസിന്? അന്യ സംസ്ഥാനങ്ങളിൽ പോയി കുറ്റവാളികളെ പിടിക്കുന്ന പോലീസാണ് നമ്മുടേത്. രാഹുലിന്റെ അറസ്റ്റ് ഒരു കോടതിയും ഇതുവരെ തടഞ്ഞിട്ടില്ല. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇനിയും 5 ദിവസം കൂടി ബാക്കിയുണ്ട്. വേണ്ട എന്ന് വെച്ചിട്ടാണോ? അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, പോലീസ് അരിച്ചു പെറുക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് പാലക്കാട് നിന്ന് ഈ ദേശീയപാതയിലൂടെയൊക്കെ സഞ്ചരിച്ച് രാഹുലിന് തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിഞ്ഞത്? അതുതന്നെയാണ് നമ്മളുടെയും സംശയം, ആര്യ. കാരണം ഈ പോലീസ് രാഹുൽ മാങ്കൂട്ടം എന്ന MLAക്ക് വേണ്ടി കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. എവിടെ വിളിച്ചിരുന്നാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ഏത് ജനക്കൂട്ടത്തിനിടയിലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മുഖമാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പോലീസിൻ്റെ വലിയ പരിശോധനകൾ നടക്കുന്നതിനിടെ പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെ എത്തി. ഇന്നലെ പകൽ തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്ക് സമീപമുള്ള വക്കീൽ ഓഫീസിലെത്തി വക്കീലിന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് അതിനുശേഷം തൻ്റെ പക്കലുള്ള ഡിജിറ്റൽ എവിഡൻസും കൈമാറിയ ശേഷം അപ്രത്യക്ഷനായിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് കൈമാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ബലാത്സംഗ കേസിലെ പ്രതിയായ MLA എവിടെയാണ് എന്നറിയില്ല എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. ഇതിപ്പോൾ പല വ്യാഖ്യാനങ്ങൾക്കും വഴിയൊരുങ്ങുന്നുണ്ട്. കാരണം പോലീസ് പിടിക്കാത്തതാണോ അതോ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം അങ്ങനെ മാളത്തിൽ തന്നെ തുടരട്ടെ, അത്രയും കാലം ഇത് വാർത്തയായി നിൽക്കുമല്ലോ എന്ന ഒരു ധാരണയിലാണോ ഇങ്ങനെ പിടിക്കാതിരിക്കുന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പൊതുവെ വരുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഒരു വിഭാഗം സംഘം പാലക്കാട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ രഹസ്യമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഈ കോടതിയിൽ ഇന്നിപ്പോൾ അഭിഭാഷകൻ അവകാശപ്പെട്ടത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള ഡിജിറ്റൽ എവിഡൻസ് പെൻഡ്രൈവിലാക്കി അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബുധനാഴ്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിച്ചിരിക്കേണ്ടി വരും. കാരണം പോലീസ് കഴിഞ്ഞ കാലയളവിൽ മാത്രം നമ്മൾ നോക്കിയാൽ അന്യ സംസ്ഥാനങ്ങളിൽ വരെ പോയി, അത് പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണെങ്കിലും ശരി, അല്ലാത്ത അന്യ സംസ്ഥാനത്തുള്ള പ്രതികളെ പോലും പിടിച്ചു കൊണ്ടുവന്ന പോലീസാണ് നമ്മുടേത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പിടിക്കാൻ കഴിയും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം നടക്കുകയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് മറ്റ് ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത നിൽക്കാൻ വേണ്ടി, കാരണം UDF നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് ഈ പരാതി തന്നെ അത് ഈ നിലവിലുള്ള ചില ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ മറയ്ക്കാനാണ് എന്നുള്ളത്. പക്ഷേ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. ബുധനാഴ്ച മാത്രമേ ഇനി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുമുണ്ട് ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അനൗദ്യോഗികമായ സ്ഥിരീകരണം നടത്തുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ഏതെങ്കിലും പരിസര പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനൊപ്പം തന്നെ പാലക്കാടും സമാന്തരമായ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടില്ലെങ്കിൽ അത് വലിയ നാണക്കേടാവും. കാരണം മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് യുവതി പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ADGPക്കാണ് മുഖ്യമന്ത്രിയെ പരാതി കൈമാറിയത്. പെട്ടെന്ന് തന്നെ നിയമ നടപടികളൊക്കെ ആരംഭിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും, അതായത് പുലർച്ചെ 3 മണിയോടെ അന്ന് കേസെടുത്തു. 3 മണിക്ക് കേസെടുത്ത് പിറ്റേന്ന് രാവിലെ രഹസ്യമൊഴി പെൺകുട്ടിയുടെ രേഖപ്പെടുത്തുന്നതിനിടയിലാണ്, ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നത്. ആ സമയം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടത്തുന്നു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ലുക്കൌട്ട് നോട്ടീസ് അയക്കുന്നു. ഒരു തരത്തിലും വിദേശത്തേക്കൊന്നും പോകാൻ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള തീവ്രമായ ഒരു രീതിയിൽ വല വീശി നിൽക്കുന്ന സമയത്താണ് വിവരങ്ങൾ നൽകിയത്.